ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്നാൽ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രമേയത്തിന് മേൽ ചർച്ച നടക്കുന്നു, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന് മേൽ ചർച്ച നടക്കുന്നു. ഈ ചർച്ചകളിൽ പ്രധാനമായി ഉയർന്നു വന്നൊരു കാര്യം എന്തെന്നാൽ ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തുന്നത് CPIM ആണ്, ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPIM ആണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ കണ്ടത്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുത്തപ്പോൾ രാജ്യം ഏറ്റവും ശ്രദ്ധാപൂർവം വീക്ഷിച്ചത് കേട്ടത് ഒരു ഇടതുപക്ഷത്തിൻ്റെ CPIMൻ്റെ MP ആയ ജോൺ ബ്രിട്ടാസിൻ്റെ ശബ്ദമായിരുന്നു. അതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങിയ ശബ്ദം. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്തെന്നാൽ അതൊരു വിശാല മതേതര കൂട്ടായ്മ എന്ന് വരുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് വളരെ ദുർബലമാണ്. കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയും കേട്ടില്ല. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ബൃന്ദ കാരാട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വയനാട്ടിൽ നിന്നുള്ള MP ആണ് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു? ഇതിന് പ്രിയങ്ക ഗാന്ധി മറുപടി പറയണം. അപ്പോൾ CPM ഇവിടെ ചർച്ച ചെയ്യുന്ന ഇന്നലെ പങ്കെടുത്ത പ്രതിനിധികളെല്ലാം ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, CPMൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തണം. ഏതെല്ലാം രീതിയിൽ വർഗീയതയെ നേരിടാൻ പറ്റുമെങ്കിൽ ആ മാർഗങ്ങളെല്ലാം മാറണം. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഈ ദൗത്യം CPMന് മാത്രമായിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല, അത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റില്ല. ഒരു വിശാല മതേതര ജനാധിപത്യ സംവിധാനം ഇവിടെ നിലവിൽ വരണം. അതിന് നേതൃത്വം നൽകേണ്ടത് ആരാണ്? രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയും കേൾക്കാനില്ല, നിർണായക ഘട്ടങ്ങളൊന്നും കേൾക്കാനില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ K. സുധാകരന് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ ചർച്ച നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ പ്രതിപക്ഷ നേതാവ് ആ റോള് നിറവേറ്റിയില്ല എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധി, വയനാടിൻ്റെ MP അവിടേക്ക് പോയിട്ടില്ല. ലോക്സഭയിലാകട്ടെ K. രാധാകൃഷ്ണൻ MP എത്ര ശക്തമായിട്ടാണ് നമ്മളെല്ലാവരും കേട്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഒരു ക്രൈസ്തവ നാമധാരിയാണെന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിലേക്ക് ഒരു പേര് വന്നപ്പോഴുണ്ടായ പുകില്, അത് ഓരോന്നും ഇന്നലെ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരേണ്ട സർക്കാർ പ്രതിനിധിയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ പ്രതിനിധിയായി വരേണ്ടയാൾ ഒരു അഹിന്ദുവാണ് എങ്കിൽ ചുമതലപ്പെട്ടയാൾ അതിന് തൊട്ടു താഴെ വരുന്ന ജൂനിയർ ഓഫീസറാണ് ആ പദവിയിലേക്ക് വരേണ്ടത് എന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയാണ്. അപ്പോൾ ഓരോരോ വിഷയങ്ങൾ കിരൺ റിജിജു, ഈ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജുവിനോട് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വഖഫ് ബോർഡിനെ കുറിച്ചും വഖഫിനെ കുറിച്ചും ഒരു ധാരണയുമില്ല എന്ന് ബില്ല് അവതരിപ്പിച്ച മന്ത്രിയോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് വരൂ, ആറ്റുകാൽ പൊങ്കാല അടക്കം നടത്താൻ ഇവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നാടിനെ നിങ്ങൾക്ക് കാട്ടിത്തരാം, അത് സംരക്ഷിക്കാൻ കേരളത്തിൽ അറിയാം എന്ന് പറയുന്ന മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ഊഹാപോഹം ചമയ്ക്കാൻ നിൽക്കണ്ട. 5 ലക്ഷം ലൈഫ് വീടുകൾ കൊടുത്ത ഇടതുപക്ഷ സർക്കാരിന്, അല്ലെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോകുന്ന സർക്കാരിന് മുനമ്പത്തെ ആളുകളെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ അറിയാം, അതിന് നിങ്ങളുടെ ആരുടെയും ചീട്ട് വേണ്ട എന്ന് പറയുന്ന നിലയിൽ രാജ്യസഭയിൽ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ ലോക്സഭയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ പ്രശ്നം. ഈ താരതമ്യം നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഇന്നലെ K. രാധാകൃഷ്ണൻ MP ലോക്സഭയ്ക്ക് ശേഷം തിരിച്ചു വന്നു. ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ് അടക്കം MPമാരൊക്കെ, റഹീമും ശിവദാസനും ഒക്കെ ഞാൻ കരുതുന്ന അങ്ങനെയാണ് രാവിലെ തന്നെ സമ്മേളനത്തിലേക്ക് എത്താൻ പോകുന്നുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങൾ കൂടുതലായി ഇവരെയൊക്കെ തന്നെ സമീപിക്കുകയും കൂടുതൽ വാർത്തകൾ അതിൽ നിന്ന് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പൊതുചർച്ച പൂർത്തിയാകുന്നു. പൊതുചർച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും പ്രകാശ് കാരാട്ടിൻ്റെ മറുപടി അല്ലേ, അതിനുശേഷം വൈകിട്ട് രാത്രിയിലാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. സംഘടനാ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ വിശദമായ രീതിയിൽ CPMൻ്റെയും വിവിധ വർഗ ബഹുജന സംഘടനകളുടെ ഇപ്പോഴത്തെ സംഘടനാ സംബന്ധമായ അവസ്ഥകൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ 3 വർഷക്കാലം പ്രവർത്തനം എങ്ങനെയാണ്, ഏതെല്ലാം മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും, ഏതെല്ലാം വർഗ ബഹുജന സംഘടനകൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു, എവിടെയാണ് പോരായ്മയുണ്ടായത്, ഈ രീതിയിൽ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ടും അതുപോലെ അതിനുശേഷം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ബൃന്ദ കാരാട്ട് ഇവരെല്ലാവരും തന്നെ ഏറ്റവും പ്രധാനമായി ഊന്നൽ നൽകുന്നൊരു കാര്യമുണ്ട്. അതെന്തെന്നാൽ CPIM എന്ന പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം. ഇവിടെ നടന്ന ബഹുജന സമരങ്ങൾ, അതിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും നേതൃപരമായ പങ്കാളിത്തമുണ്ടായിരുന്നു. പല സമരങ്ങളും ലക്ഷ്യം കണ്ടിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വോട്ടായി മാറുന്നില്ല. ഹിന്ദി മേഖലകളിൽ പാർട്ടി പല പ്രദേശത്തും ദുർബലമാണ്, ഒട്ടുമിക്ക പ്രദേശത്തും ദുർബലമാണ്. രാജസ്ഥാനിലെല്ലാം ശരിയാണ്, മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. അതേസമയം സമരങ്ങളുടെ നേതൃസ്ഥാനത്തുണ്ട്, പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ പശ്ചിമ ബംഗാൾ, ത്രിപുര ഈ 2 സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരാനുള്ള വലിയ പ്രയത്നങ്ങൾ അവിടെ നടത്തുന്നുണ്ട്.
വലിയ പ്രതിപക്ഷം എന്ന രീതിയിൽ ശക്തമായ സമരങ്ങൾ നടത്തുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അവിടുത്തെ ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ത്രിപുരയിലാണെങ്കിൽ BJPയുടെയും ഭരണത്തിനെതിരെ അവിടെ ജനവികാരമുണ്ട്. പക്ഷേ അവിടെയെല്ലാം നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന്, പല പ്രദേശങ്ങളിലും അതിക്രൂരമായ അടിച്ചമർത്തലുകളാണ് CPMൻ്റെ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഇപ്പോഴും പല പ്രദേശങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല, ഈ രണ്ട് സംസ്ഥാനങ്ങളും ത്രിപുരയായാലും ബംഗാളായാലും അവിടുത്തെ ജനങ്ങളെ സാമുദായികമായി ഭിന്നിപ്പിക്കാൻ BJPക്ക് വലിയൊരളവുള്ള, BJPക്കും ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനും അവർക്കെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മറികടക്കാം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം.